ഹലോ ഗായ്സ്, ഇങ്ങനെ ഇരിക്കുന്ന ഈ റൂം ഞാൻ എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതും പിൻട്രസ്റ്റി കൈൻഡ് ഓഫ് രീതിയിലാക്കിയെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഫ്റ്റർ ലുക്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. റൂം എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, ബട്ട് മേക്ക് ഓവർ ഫസ്റ്റ് ടൈമാണ്. ഈ മേക്ക് ഓവർ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയത് ഓഫർ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് കിട്ടി. റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേരൻസിനോട് ഒരിക്കലും ഇങ്ങനെ കാശ് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റ് മണിയാണ് യൂസ് ആക്കിയത്. അപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഐറ്റം വാങ്ങിയതല്ല, എൻ്റെ അമ്മയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് എൻ്റെ റൂമിൽ വെക്കാമെന്ന്. നമ്മളിങ്ങനെ റൂം മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പല വീഡിയോസിലും കാണുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റ് കേർട്ടൻസ്. എനിക്കത് കാണുമ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ റൂമിൽ മേടിച്ചിടണമെന്ന്. സോ അറ്റ് ലാസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റൂം മേക്ക് ഓവർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഈ കർട്ടൻ എനിക്ക് മീഷോയിൽ നിന്ന് 144 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ് കേട്ടോ കടിൽ ക്ലൗഡ്സ്. അപ്പോൾ അതിനകത്തെ ആര്യ ചേച്ചിയുടെ ബെഡ്റൂമിൽ ഉള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും എപ്പോഴും വിചാരിക്കും നല്ല ബെഡ്ഷീറ്റാണല്ലോ, എനിക്ക് ഇത് കൂട്ടൊരെണ്ണം മേടിക്കണമെന്ന്. അങ്ങനെ ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ സെയിം ബെഡ്ഷീറ്റ് ഞാൻ മേടിക്കണോ വേണ്ടയോ എന്നൊന്നും ചിന്തിച്ചില്ല, വേഗം തന്നെ വാങ്ങി. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ് ടോയ്സ് ആണ്. ഈ രണ്ടെണ്ണത്തിനും കൂടി 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാധനങ്ങളുടെ ഏതിൻ്റെയിലൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിൻട്രസ്റ്റിൽ എസ്തറ്റിക് റൂം മേക്ക് ഓവർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ വാൾസിലൊക്കെ വാൾ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. സോ ഞാൻ ഒന്നും നോക്കിയില്ല, എനിക്ക് 110 രൂപയ്ക്ക് ഈ വാൾ പോസ്റ്റേഴ്സ് കിട്ടി കേട്ടോ. 54 പോസ്റ്റേഴ്സ് എന്തോ കിട്ടി. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് റൂം മേക്ക് ഓവറായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാനൊരു ട്രൈപോഡായിരുന്നു കേട്ടോ വാങ്ങിയത്. ഒരു ബിഗിനർ യൂട്യൂബറുടെ ഒരു ഡ്രീമാണ് ട്രൈപോഡ് വാങ്ങുക എന്നുള്ളത്. ട്രൈപോഡ് കൂട്ടാതെ ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ബഡ്ജറ്റ് ഏകദേശം 700 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ ഈ മേക്ക് ഓവർ ഞാൻ ചെയ്യുന്നത് ക്രിസ്മസ് വെക്കേഷൻ സമയത്താണ് കേട്ടോ. എനിക്കാകെ 4 ദിവസം അവധി ഉണ്ടായിരുന്നുള്ളൂ. കുറേ സ്ഥലങ്ങളിലൊക്കെ പോവുകയും വേണം. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ മേക്ക് ഓവർ ചെയ്യുന്നത്. ഓരോ ദിവസത്തിൻ്റെ ഇച്ചിരി സമയം വെച്ചിട്ടാണ് ഞാൻ ഈ മേക്ക് ഓവറൊക്കെ ചെയ്ത് തീർത്തത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് റൂമിലെ ഫുൾ ചുക്കിരിവല കളയുമായിരുന്നു. അത് കഴിഞ്ഞ് ഫാനിൽ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഫാൻ മൊത്തം തൂത്തു നന്നായിട്ട്. അത് കഴിഞ്ഞ് ഫ്ലോർ മൊത്തം ഒന്ന് അടിച്ചു വാരി. ഇത് നമ്മുടെ ഈ റൂം മേക്ക് ഓവർ വീഡിയോയിൽ ആദ്യത്തെ അടിച്ചു വാരലാണ്. ഇനിയും കുറേ അടിച്ചു വാരൽ കാണാനുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഓരോ പരിപാടി ചെയ്യുമ്പോൾ തന്നെ നിലം മൊത്തം അങ്ങനെ ഡസ്റ്റ് ആവുകയാണ്. സോ കുറേ അടിച്ചു വരുന്നുണ്ട്. പിന്നെ കട്ടിൽ മൊത്തം തുണി ഉണ്ടായിരുന്നു, അത് മൊത്തം അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ജനാലയുടെ ഭാഗത്തൊക്കെ കുറേ ഇങ്ങനെ ചെളി ഉണ്ടായിരുന്നു. അപ്പം അത് മൊത്തം ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു റൂമൊന്ന് പെയിൻ്റ് അടിച്ചേക്കാമെന്ന്. മൊത്തം പെയിൻ്റ് അടിച്ചില്ല, കുറച്ച് ഭാഗം മാത്രം ഞാൻ പെയിൻ്റ് അടിച്ചു. കാരണം കുറച്ച് ഭാഗത്ത് ചെറിയ ഡിസ്കളറേഷൻ ഉണ്ട്. സോ അവിടെ മാത്രം കുറച്ച് പെയിൻ്റ് അടിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ ചെയ്തത്, അമ്മയും കൂടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പെയിൻ്റ് അടിക്കാനൊന്നും അറിയാൻ മേല. ഞാൻ പെയിൻറ്റ് മേടിക്കാൻ പോയ കടയിലെ ചേട്ടനോട് ചോദിച്ചു എങ്ങനെ ചേട്ടാ പെയിൻ്റ് അടിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ചേട്ടനാണ് കേട്ടോ എങ്ങനെ അടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. ഇത്രയും എസ്തറ്റിക്കായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ, ഞാൻ വിചാരിച്ചപ്പോൾ റൂമിലൊരു പ്ലാന്റും കൂടെ വെക്കാമെന്ന്. അപ്പം ഞാനാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പെയിൻ്റ് അടിച്ചിട്ട് മണി പ്ലാന്റ് വെക്കാനാണ് കേട്ടോ. എൻ്റെ റൂമിലുണ്ടായിരുന്ന ഞാൻ ഒട്ടും ഉപയോഗിക്കാത്തൊരു സംഭവമാണ് കേട്ടോ ഈ 2 സ്റ്റോറേജ് വെക്കുന്ന ഈ ഒരു ഐറ്റം. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ, പിന്നീട് വേണ്ട സാധനങ്ങൾ, അത് ഇപ്പോൾ വേണ്ടാത്ത പിന്നീട് വേണ്ട സാധനങ്ങൾ എല്ലാം കൂടി ഒരു സൈഡിലൊരു കവറിനകത്താക്കി മാറ്റി വെക്കാമെന്ന്. എന്നിട്ട് ഞാനത് എൻ്റെ കുറച്ച് ജുവലറീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉപയോഗിച്ചു. ആ സ്ഥലം ക്ലീൻ ആക്കിയപ്പോൾ വീണ്ടും നിലം മൊത്തം ഡസ്റ്റായി. സോ നമ്മൾ രണ്ടാമതും അടിച്ചു വാരി. അടുത്ത് നമ്മൾ ക്ലീൻ ആക്കുന്നത് എൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഈ ഒരു ഷെൽഫാണ്. ഞാൻ യൂസാക്കുന്നതും യൂസാക്കാത്തതായിട്ടുള്ള കുറേ ഡ്രസ്സുണ്ട്. യൂസാക്കാത്ത മീൻസ് ഞാനിപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്. സോ അതെനിക്കും ചേർത്തില്ല, ഇനി വണ്ണം കുറഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മേക്കപ്പ്, സ്കിൻ കെയർ, നെയിൽ പോളിഷ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓർഗനൈസർ ഉണ്ട്. സോ അത് ക്ലീൻ ആക്കുമായിരുന്നു അടുത്തത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനകത്തെ ഒരു ഇത് മാത്രം ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ 5 എണ്ണം ഉണ്ട്. അടുത്തത് ഞാൻ ചെയ്യുന്നത് എൻ്റെ റൂം മേക്ക് ഓവറിലെ ഫേവറേറ്റ് പാർട്ടാണ്, അതായത് ഈ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനിത് കൊളാക്കുമെന്നാണ്. പക്ഷേ ഉണ്ടല്ലോ,
ഇതിൻ്റെ അവസാനത്തെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, റൂം മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വാൾ പോസ്റ്റേഴ്സ് മേടിച്ച് ട്രൈ ആക്കി നോക്കുക. ദെൻ ഞാൻ കർട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ റൂമിൽ തന്നെ 2 ജനാലയുണ്ട്. അപ്പോൾ 2 ജനാലയ്ക്കും 2 കർട്ടൻസ് വേണമായിരുന്നു. അതിനകത്ത് ഒരു കർട്ടൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അടുത്തതേ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വൈറ്റ് കർട്ടൻസ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു റൂമിലോട്ട്. ആ വൈറ്റ് കർട്ടൻസും പിന്നെ ആ വാൾ പോസ്റ്റേഴ്സും കൂടെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഓർഗനൈസർ. അപ്പം നമുക്കിതിൻ്റെ മേളിലോട്ട് നമ്മൾ സെറ്റാക്കിയത് ഈ പ്ലാന്റ് വെക്കാം. പിന്നെ അമ്മയ്ക്ക് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടി ഡെക്കറേറ്റവും കൂടി ഈ സൈഡിലോട്ട് വെക്കാം. അങ്ങനെ ഗായ്സ് നമ്മുടെ റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.